ഇതൊരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ റെസിപ്പിയാണേ. അപ്പോൾ ഞാൻ ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല, റെസിപ്പിയിലേക്ക് പോകും. ഞാനിതാ ഇവിടെ ഒരു 3 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലുള്ള പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്താണ്. 3 വിസിൽ അടിച്ചിട്ട് ആ എയർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ കുക്കാവണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഉടയാതെ കിടക്കും. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഉടച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വലിപ്പമുള്ളൊരു പാത്രം എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കുക്കായതുകൊണ്ടാണ് ഇങ്ങനെ പൊടിഞ്ഞിരിക്കുന്നത്. കുറച്ച് പരന്ന ഒരു പാത്രമാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. തരിയില്ലാതെ കട്ടകളില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇത് മതി. ഇപ്പോൾ ഇതുണ്ട്, നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഈ ഒരു അളവിൽ കിട്ടണം. ഇനി ഇതിലേക്ക് പനീരാണിത്. ഞാൻ നല്ല ചെറിയ സൈസിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതായത് ചോപ്പറിലിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരേ അളവിലാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് വരുമ്പോൾ അവിടെ പീസസ് ആയിട്ട് കിടക്കും. ഇതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ അതും 2-3 ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ബാലൻസ് വെച്ചതിന് ശേഷം ബാക്കി ഇതിലേക്ക് ചേർത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. കാൽ ടീസ്പൂൺ അളവിൽ പെപ്പർ, ബ്ലാക്ക് പെപ്പർ പൊടിച്ചതാണ്. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ്. നല്ല തരി പത്തിരിയുടെയൊക്കെ അരിപ്പൊടിയില്ലേ, അത് പുട്ടുപൊടിയല്ല, പത്തിരിക്ക് പൊടിച്ച പൊടി 1 ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. കാരണം പൊട്ടറ്റോയിലൊക്കെ ചെറിയ രീതിയിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം. കാരണം നമ്മൾ എടുക്കുന്ന പനീരിൻ്റെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ വലുപ്പത്തിനനുസരിച്ച് ഇരിക്കും ഉപ്പ് ചേർക്കേണ്ട ഉപ്പിൻ്റെ അളവ്. ഒരുപാട് സമയം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിന് കിട്ടിയാൽ മതിയാകും. ഇനി ഇത് നമുക്ക് ചെറിയൊരു ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് കയ്യിലേക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഞാനിവിടെ കുക്കി കട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ കുക്കി കട്ടർ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പുറം ഭാഗത്ത് വരുന്നതെല്ലാം ഇങ്ങനെ ഒന്ന് എടുത്ത് ഒഴിവാക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഉള്ളിയുടെ ഒക്കെ പീസസ് ഉള്ളത് കൊണ്ട് തന്നെ അടിയിൽ ഒരു പക്ഷേ ഈ സൈഡിലേക്കൊക്കെ ഇങ്ങനെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പതിയെ എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഒന്നെങ്കിൽ ഇങ്ങനെ തുടച്ചു കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതിയാകും. അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഇനി പതിയെ ഒറ്റ അമർത്തലിന് എടുക്കരുത്, പതിയെ
ഇതുപോലെ റിലീസ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് കുക്കി കട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇതുപോലെ ഉരുട്ടിയിട്ട് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത്, ശരിക്കും നഗറ്റ്സിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഷേപ്പിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് മുഴുവനായിട്ടൊന്ന് ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ കുക്കി കട്ടറിൽ ഇത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്, ചെയ്യുന്ന സമയത്ത് ഉള്ളിയുടെ ഒക്കെ ബാക്കി ഭാഗങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതിയാവും. കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഇനി ഇതിൻ്റെ മേലെ കോട്ടിങ് വരുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും ഒരു പ്രോബ്ലം ആയിട്ട് വരില്ല. ഓക്കെ, ഞാനൊരു കാര്യം മറന്നുപോയി, കാരണം ലെമൺ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അത് ചേർക്കാൻ മറന്നുപോയി. കുഴപ്പമില്ല, ഒരു ചെറുനാരങ്ങയുടെ പകുതി കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുരു ഒഴിവാക്കുക. അതിനുശേഷം ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഞാനത് മറന്നു പോയതാണേ. അപ്പോൾ എനിക്കിവിടെ ടോട്ടലി 16 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 പാത്രത്തിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ, കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ അളവിൽ സോൾട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒരുപാട് ഒഴിക്കരുത്. ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരു ദോശമാവിൻ്റെയൊക്കെ പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലവറൊക്കെ അടിയിൽ കട്ട പിടിച്ച് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് മുളക് പൊടി ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ചേർത്തതിന് പകരം ഒരു അര ടീസ്പൂണോ 3/4 ടീസ്പൂണോ ചേർത്ത് കഴിഞ്ഞാൽ നല്ല എരിവുണ്ടാകും. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മതി. ഇനി ഇത് ബ്രെഡ് ക്രംസ് ആണ്. നഗറ്റ്സ് എടുത്തിട്ട് ഈ മാവിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. 2 ഫോർക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് മാവൊന്നും പറ്റാതെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ നഗറ്റ്സ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ, അതായത് നഗറ്റ്സ് മുങ്ങി കിടക്കാൻ പാകത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളത് അങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാവിലേക്ക് കോൺഫ്ലോർ ചേർത്തിട്ടുള്ളത്. എന്നാലും എണ്ണ ചൂടായിട്ടില്ല എന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് പൊട്ടിത്തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതുപോലെ ഞാൻ മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുക്കട്ടെ. ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു സിപ്ലോ കവറിലാക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 ആഴ്ചയൊക്കെ നമുക്ക് സുഖമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പനീർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പനീറിന് പകരം ചിക്കനോ ഫിഷോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് ഇതേ റെസിപ്പി നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിനകത്ത് മുഴുവൻ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ജ്യൂസിൻ്റെ വീഡിയോ ഉണ്ട്, അത് കാണാൻ മറക്കല്ലേ.